നാം ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ആളുകൾ നമ്മെ ശ്രദ്ധിക്കും. ദൈവത്തോട് കൂടെ നടക്കുന്നതിനെ കുറിച്ച് ഹാനോക്കിന് മാതൃക കാണിച്ചു കൊടുക്കുവാനോ അതിനെക്കുറിച്ച് ആരും ഉപദേശിക്കാനോ ഇല്ലാത്തപ്പോഴാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നത്. ദൈവമക്കളെ, പിൻപറ്റുവാൻ ആരുമില്ലാത്തപ്പോഴും ലോകത്തിൽ ആരും നമുക്ക് മാതൃക കാണിച്ച് തരാനില്ലാത്തപ്പോഴും അതെ, ദൈവത്തോട് കൂടെ നടക്കുന്നത് വരെയാണ് ദൈവത്തിന് ആവശ്യം. കർത്താവിന്റെ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. ഈ ലോകത്തിൽ നമുക്ക് വ്യത്യസ്തരായി ജീവിക്കാൻ കഴിയുമെങ്കിൽ അതെ, വാസ്തവമായി ദൈവം നമ്മെ ഉയർത്തുവാൻ ഇടയാകും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ 91 സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. നിശ്ചയമായി ദൈവത്തോട് കൂടെ നടക്കുന്നവരെ, ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. ഈ നാളുകളിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ആരാധനയോടും ഒക്കെ ഏറ്റവും കൂടുതൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവജനമേ, പ്രാർത്ഥനയോടും ആരാധനയോടും ഉപവാസത്തോടും ഒക്കെ ദൈവസന്നിധി നാം ആയിരിക്കുമ്പോൾ, ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായി ദൈവത്തോട് കൂടെയുള്ള വാസം നാം ചെയ്യുമ്പോൾ വാസ്തവമായി ദൈവം നമ്മെ ഉയർത്തുവാൻ മാനിക്കുവാൻ ഇടയായിത്തീരും. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. ലോകത്തിൽ അനേകർ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് കൂടെ ചേർന്നിരിക്കുന്ന നല്ല ഒരു പുതിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് ആയിത്തീരട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. വാസ്തവമായി ദൈവം നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ആളുകൾ നമ്മെ ശ്രദ്ധിക്കുമെന്ന് പറയുന്നതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ദൈവത്തോട് കൂടെ ആയിരിക്കുന്നവരെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ടാണല്ലോ എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്ന് കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ആകയാൽ ഈ നാളുകളിൽ ദൈവത്തോട് കൂടെ ചേർന്നിരിപ്പാൻ, കർത്താവിനോട് കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതെ, ദൈവത്താലുള്ള മാന്യതയും ശ്രേഷ്ഠതയും ഒക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. വ്യത്യസ്തമായിരിക്കുന്ന അത് നമ്മുടെ ശുശ്രൂഷ ജീവിത അനുഭവങ്ങളിലും ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോഴും ഒരു വ്യത്യസ്തമായ ജീവിതം നമ്മുടെ ജീവിതത്തിൽ കാഴ്ചവെക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആയതിനാൽ ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് പകൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.